ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ഫാഷൻ ഹോളാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ഫാഷൻ ഹോളാട്ടോ, കുർത്ത സെറ്റ്, ഡ്രസ്സസ് ആൻഡ് ടോപ്പാട്ടോ കാണിച്ചു തരുന്നത് ഞാൻ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. ഇത് പാന്തലൂൺസിൻ്റെ ആണ്. ഇത് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോഴാട്ടോ കുറച്ചുകൂടെ വൃത്തിയിൽ വരുന്നത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നില്ല കേട്ടോ, കുറച്ച് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഇത് ഓഫ് വൈറ്റും കൂടെയല്ലേ, അപ്പോൾ ഇതിൻ്റെ കൂടെ ന്യൂഡ് കളർ ഇന്നവേഴ്സ് ആട്ടോ സ്യൂട്ടാവുന്നത്. ഭയങ്കര സിമ്പിളാട്ടോ. ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റത്തെ ബട്ടൺസ് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാവേ. പിന്നെ ഫ്രണ്ടിൽ കുഞ്ഞ് എംബ്രോയ്ഡറി വരുന്നുണ്ട്, അതിലിങ്ങനെ സീക്വൻസ് ഒക്കെ ഉണ്ട്, കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി. ബാക്കിലില്ല കേട്ടോ എംബ്രോയ്ഡറി, ബാക്കിൽ പ്ലെയിൻ ആണ്. എ ലൈൻ കുർത്ത. ഈ ഒരു സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ സ്ലീവ്സ് വരുന്നുണ്ട്, ഷോർട്ട് സ്ലീവ്സ് വയ്ക്കാനുള്ളൂ. പിന്നെ ഞാൻ ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത സെറ്റ് ഇടയ്ക്ക് 1 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ലാർജ് ആട്ടോ പർച്ചേസ് ചെയ്ത്, ഇതെനിക്ക് കറക്റ്റാണ്, ഭയങ്കര ലൂസൊന്നുമില്ല. ഇതാട്ടോ പാൻസ്, ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇവിടെ വള്ളിയുണ്ട്, നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കാം കേട്ടോ. സെയിം മെറ്റീരിയലാണ്. ഏറ്റവും അടിയിൽ ഒരു പടി വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ കുഞ്ഞ് എംബ്രോയ്ഡറി ഉണ്ട്. എംബ്രോയ്ഡറി എന്ന് പറയുമ്പം ഇങ്ങനെ 4 ലൈൻസ് മാത്രമുള്ളേ, 2 കളർ ത്രെഡും കൊണ്ട്. പലാസോ ടൈപ്പ് പാൻസാണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ അത് വെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 1399 റുപ്പീസിനാണ്. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റുകളും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്, അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് അമേരിക്കൻ ഈഗിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. സ്ക്വയർ നെക്കാട്ടോ. സ്ലീവ്സ് ആണെങ്കിൽ ഷോർട്ട് സ്ലീവ്സ് ആണ്, ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിൽ എലാസ്റ്റിക് ആണ്, പക്ഷേ ഡിസ്കംഫർട്ടബിൾ ഒന്നും ഇല്ല, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കറക്റ്റ് ഫിറ്റിലാട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ എലാസ്റ്റിക് ഉണ്ട്, ഇതും നല്ല കംഫർട്ടബിൾ ആണ്, കുഞ്ഞ് എലാസ്റ്റിക് ആട്ടോ പോയിട്ടുള്ളത്. ഇതും അങ്ങനെ ടൈറ്റോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക്കും അടിപൊളിയാണ്, നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അതിൽ സെൽഫ് ഡിസൈൻ വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്, പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ. ആൻഡ് ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം ലൈനിങ് ഇല്ല കേട്ടോ, ഇത്രയും പോർഷനിൽ ലൈനിങ് ഇല്ല. സ്ലീവ്സിലും ലൈനിങ് ഇല്ല, ബാക്കിലും ഫ്രണ്ടിലും താഴത്തേക്കുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ ലൈനിങ്. ഈ ഒരു ഭാഗത്താട്ടോ ലൈനിങ് ഇല്ലാത്ത. ഇപ്പോൾ ഇവിടെ കുറച്ചൊരു സീത്രൂ പോലെ, ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ന്യൂഡ് കളർ ഇന്നവേഴ്സ് യൂസ് ചെയ്താൽ മതി. ഇവിടെ വരെയുണ്ട് ലൈനിങ്. ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 1895 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് പ്രിൻ്റഡ് ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ആണ്, വീനെക്കാട്ടോ വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇത് പിങ്ക് ഫോർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്, പിന്നെ 2 ലൈൻസ് എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇത്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ലൈനിങ് വരുന്നില്ല. ഞാനത് പർച്ചേസ് ചെയ്തത് 2141 റുപ്പീസിനാണ്. പിങ്ക് ഫോർട്ടിൻ്റെ ഡ്രസ്സുകൾക്കൊക്കെ ഏകദേശം ഈ ഒരു റേറ്റ് ആട്ടോ വരുന്നത്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ലേസ് ടോപ്പാണ്, ഫ്ലോറൽ ഡിസൈൻസാണ്, ഹൈനെക്കാണ്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡും ഈ ഒരു ലിങ്കിൽ അവൈലബിൾ ആട്ടോ. ലോങ് സ്ലീവ്സ് ആണ്. ഞാനത് 1 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്തത്, ലാർജ്. എനിക്ക് നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റ്, ഭയങ്കര ലൂസൊന്നുമല്ല. പിന്നെ ഇത് ഷിയർ ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാച്ചിങ് ആയിട്ടുള്ള ഇന്നർ വെയർ ഇടണം. ബ്ലാക്ക് കളർ ക്യാംസോൾ ഇതിൻ്റെ കൂടെ സ്യൂട്ടാവും. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. ഇത് സന്നിധി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 631 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്.
ഇതാണെങ്കിൽ പിക്ചറിൽ കുറച്ചൊരു ലൈറ്റർ ബ്ലൂ ഷെയ്ഡായിട്ടാട്ടോ കാണിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടൺ എന്നാട്ടോ. പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന മെറ്റീരിയലാണ്. മെറ്റീരിയൽ അധികം കംഫർട്ടബിൾ അല്ല. മാൻഡ്രിൻ കോളറാണ്. പിന്നെ ഇവിടെ ഷോ ബട്ടൺസ് ഉണ്ട്, ഇവിടെ സ്ലിറ്റ് ഉണ്ട്. ഞാൻ ഇടുമ്പോൾ പിക്ചറിൽ കാണിക്കുന്ന പോലെ അല്ല കേട്ടോ എനിക്ക് കുർത്ത സെറ്റ് വരുന്നത്. സൈസ് ഞാൻ 1 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്ത്. സൈസിൽ വലിയ ഇഷ്യൂ ഇല്ല. സൈഡിൽ സ്ലിറ്റ് ഇല്ല. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 699 റുപ്പീസിനാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള കോട്ടൺ എന്നാണ്, പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന മെറ്റീരിയലാണ്. എനിക്കാണെങ്കിൽ ഈ മെറ്റീരിയൽ അധികം കംഫർട്ടബിൾ അല്ല. ആൻഡ് പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം കളറിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.